Cyclotomic extension. The splitting field of x raised to n minus 1 over f is called nth cyclotomic extension of f. The splitting field of x raised to n minus 1 over f. x raised to n minus 1ന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫിന് വിളിക്കുന്ന പേരാണ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റി പറയാം? ദ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ഓൾ സീറോ ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഈസ് കോൾഡ് nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ nth സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷന്റെ എക്സാമ്പിൾസ് ആണ് കാണിക്കാൻ പോണത്. ഫസ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ ക്യൂ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ് മൈനസ് 1ന്റെ ഓൾ സീറോയും ക്യൂവും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് അഥവാ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1ന്റെ സീറോസ് ആരൊക്കെയാ? എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ എക്സ് ഈക്വൽ ടു 1ഉം ക്യൂവും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആരാ? ക്യൂ ഓഫ് 1 ആണ്. നമുക്കറിയാം എഫും ആൽഫയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് എഫ് ഓഫ് ആൽഫയാണ്. ദെയർഫോർ ക്യൂ ഓഫ് 1. ക്യൂ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആരാ? 1 ക്യൂത്തെ മെമ്പർ ആയതുകൊണ്ട് നമുക്കതിനെ ക്യൂ എന്ന് വിളിക്കാം. ദെയർഫോർ ഫസ്റ്റ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ പറയാം. അഥവാ ക്യൂവും എക്സ് മൈനസ് 1ന്റെ സീറോയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 എന്നുള്ള പോളിനോമിയലിന്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ ക്യൂ, ഇങ്ങനെ വേണമെങ്കിലും പറയാം. നോക്കൂ, സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ആണ് നമ്മൾ കാണാൻ പോണത്. അങ്ങനെ വന്നാൽ ഈ സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്നാൽ എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ള പോളിനോമിയൽ കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിന്റെ സീറോസ് കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ചെയ്തു. എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. ദെയർഫോർ 1ഉം കണ്ടെയ്ൻ ചെയ്യണം, മൈനസ് 1ഉം കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്, ക്യൂവും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്. അപ്പോൾ ക്യൂ ഉണ്ടാവണം, 1ഉം ഉണ്ടാവണം, മൈനസ് 1ഉം ഉണ്ടാവണം. 1ഉം ക്യൂവിലെ മെമ്പർ ആണ്, മൈനസ് 1ഉം ക്യൂത്തെ മെമ്പർ ആണ്. ദെയർഫോർ ക്യൂ ഓഫ് 1, മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആരെന്നെ ആയിരിക്കും? ക്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ. അത് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ക്യൂ ആൻഡ് ഓൾ സീറോ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 അഥവാ the cyclotomic extension of Q is the splitting field of x square minus 1 over Q. മൂന്നാമത്തെ, അപ്പൊ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും വലിയ പ്രസക്തിയില്ല. ഫസ്റ്റ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷനും ക്യൂ ആണ്, സെക്കൻഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷനും ക്യൂ ആണ്. ഇനി തേർഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ നോക്കാം. തേർഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ. അപ്പൊ ക്യൂവും എക്സ് ക്യൂ മൈനസ് 1ന്റെ സീറോയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്. ഈ എക്സ് ക്യൂ മൈനസ് 1ന്റെ സീറോസ് ആരൊക്കെയാ? 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയറും ആണ്. 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയറും ആണ് എക്സ് ക്യൂ മൈനസ് 1ന്റെ സീറോസ്. അപ്പൊ 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയറും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ്. അപ്പൊ ക്യൂ ഓഫ് 1 ഒമേഗ സ്ക്വയർ. 1 ക്യൂലുണ്ട്, ഈ ഒമേഗ സ്ക്വയർ ഈ ഒമേഗ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ദെയർഫോർ അതിനെങ്ങനെയൊക്കെ മാറ്റാം? ക്യൂ ഓഫ് ഒമേഗ. കാരണം ഒമേഗ സ്ക്വയർ ഈ ഒമേഗ വെച്ച് ഉണ്ടാക്കാലോ, ഒമേഗ ഇൻറ്റു ഒമേഗ. Therefore, third cyclotomic extension of Q is Q of omega. ഇതൊന്ന് വേറെ രൂപത്തിൽ കാണിച്ചു തരാം. ഇവിടെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. തേർഡ് സൈക്ലോട്ടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എക്സ് ക്യൂബ് മൈനസ് 1ന്റെ സീറോസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ് ക്യൂ മൈനസ് 1ന്റെ സീറോസ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂ മൈനസ് 1 എപ്പോഴാണ് 0 ആവുക നോക്കണ്ടേ. ഈ എക്സ് ക്യൂ മൈനസ് 1 0 ആവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ റൂട്ടുകൾ ആരൊക്കെയാ? 1ഉം
ഒമേഗയും ഒമേഗ സ്ക്വയർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 3 ആൾക്കാരാണ് അതിന്റെ റൂട്ടുകൾ, 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയറും. അതെങ്ങനെ കിട്ടി ചോദിച്ചാൽ ഈ എക്സ് ക്യൂ മൈനസ് വണ്ണിന്റെ പ്രിമിറ്റീവ് റൂട്ട് കാണണം. പ്രിമിറ്റീവ് റൂട്ട് കാണാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാലോ. പ്രിമിറ്റീവ് റൂട്ട് കാണണമെങ്കിൽ എക്സ് ഈക്വൽ ടു കോസ് 2π/3 പ്ലസ് ഐ സൈൻ 2π/3. ഈ എക്സ് ക്യൂ മൈനസ് വണ്ണിന്റെ പ്രിമിറ്റീവ് റൂട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിമിറ്റീവ് റൂട്ട് എന്താന്ന് നിങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണണം. പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. കാരണം എക്സ് ക്യൂ മൈനസ് 1 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഈക്വൽ ടു 1 അല്ലേ. അഥവാ തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അതവിടെ എഴുതി വെക്കാം അല്ലേ. എക്സ് ക്യൂബ് ഈക്വൽ ടു 1 ആവണം. That is equal to cos 2π/3 plus I sin 2π/3 എന്ന് വന്നാൽ cos 2π/3 minus 1/2. നിങ്ങൾ നോക്കിയാൽ മതി. അഥവാ ഇത് കോസ് 120 ആണ് വരിക. കോസ് 120 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 30 ആണ്. മൈനസ് സൈൻ 30 എന്ന് പറയുമ്പോൾ മൈനസ് 1/2 പ്ലസ് ഐ ഇൻറ്റു സൈൻ 2π/3 എന്ന് വന്നാൽ സൈൻ 120 അഥവാ സൈൻ 120 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് 30 റൂട്ട് 3/2 അഥവാ മൈനസ് 1 പ്ലസ് റൂട്ട് 3i/2. ഇതാണ് ഇതിന്റെ പ്രിമിറ്റീവ് തേർഡ് റൂട്ട് ഓഫ് യൂണിറ്റി. ഇതാണ് നമ്മൾ ആര് ഒമേഗ. ഇതിന് വിളിക്കുന്ന പേരാണ് ഒമേഗ. ഇതിനല്ല സാധാരണ വിളിക്കുക. ഇങ്ങനെല്ലാം നമ്മൾ പറയാറ്. നമ്മൾ ഇതിനാണ് ഒമേഗ എന്ന് വിളിക്കാറ്. അതൊന്നുകൂടി വൃത്തിയുള്ള ഫോർമാറ്റ് അല്ലേ. ഇതിനെയാണ് നമ്മൾ ഒമേഗ എന്ന് വിളിക്കുക. ഒമേഗ is equal to മൈനസ് 1/2 പ്ലസ് ഐ റൂട്ട് 3/2. ഇനി അതിന്റെ ബാക്കി സീറോസ് കാണാൻ ഒന്ന് 1 ആയിരിക്കും. കാരണം 1 വെക്കുമ്പോൾ എന്തായാലും 1 മൈനസ് 1 ഈക്വൽ 0 ആവണ്ടേ. ഒന്ന് ഈ ഒമേഗ ആയിരിക്കും. അടുത്തത് ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഇവിടെ ഡിഗ്രി 3 അല്ലേ. 3 വന്നാൽ 2 വരെ വരും. 1ഉം അത് മൊത്തം 3 ആൾക്കാരെന്ന് അർത്ഥം. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 1 ഒമേഗ ഒമേഗ സ്ക്വയർ. ഇവിടെ സ്ക്വയർ വരാൻ കാരണം ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ സ്ക്വയറിൽ അവസാനിക്കും. അത് അടുത്ത എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. അങ്ങനെയെങ്കിൽ അതിന്റെ തേർഡ് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ ക്യൂ ഓഫ് ഒമേഗ ചെയ്താൽ മതി. അഥവാ ഈ പ്രിമിറ്റീവ് റൂട്ട് ഒമേഗ അല്ലേ. ക്യൂ ഓഫ് ഒമേഗ ആയിരിക്കും അതിന്റെ തേർഡ് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ. ഒന്നും കൂടി പറയാം. ആ എക്സാമ്പിളിൽ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. നോക്കൂ, ഫോർത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ ഇത് അവിടെ നിൽക്കട്ടെ. ഇടത് ഭാഗം അവിടെ നിൽക്കട്ടെ. റൈറ്റ് സൈഡ് നോക്കി. ഫോർത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് വേറെ ഇങ്ങോട്ട് എഴുതാം നമുക്ക്. എക്സ് റൈസ് ടു 4 മൈനസ് 1 എടുക്കുക. ഈ എക്സ് റൈസ് ടു 4 മൈനസ് 1ന്റെ സീറോയും ക്യൂവും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആണ് ശരിക്കാര് ഫോർത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ. അപ്പൊ അതിന്റെ സീറോസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ എന്ത് കിട്ടും? എക്സ് റൈസ് ടു 4 ഈക്വൽ ടു 1 അഥവാ ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി. അപ്പൊ അതിന് മുമ്പ് നമുക്ക് പ്രിമിറ്റീവ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി കണ്ടുപിടിക്കാം. പ്രിമിറ്റീവ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അഥവാ എക്സ് ഈക്വൽ ടു കോസ് 2π/4 പ്ലസ് ഐ സൈൻ 2π/4 ഈക്വൽ ടു cos π/2. cos π/2 നമുക്ക് അറിയാലോ. that is equal to 0 plus I sin π/2. that is equal to 1. that is equal to I. ഇതിന്റെ പ്രിമിറ്റീവ് റൂട്ട് ആരാന്നറിയോ? ഇതിന്റെ പ്രിമിറ്റീവ് റൂട്ട് I ആണ്. therefore ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് 1 എപ്പോഴും എന്തായാലും ഉണ്ടാവും. കാരണം എക്സ് റൈസ് ടു 4ൽ 1 വെച്ച് കൊടുക്കും. 1 മൈനസ് 1 0 ആവൂലേ. 1 പിന്നെ ഈ I പിന്നെ ഐന്റെ സ്ക്വയർ പിന്നെ ഐന്റെ ക്യൂബ്. അഥവാ I വന്നു കഴിഞ്ഞാൽ ഈ I വെച്ചാണ് ബാക്കി എല്ലാം എഴുതേണ്ടത്. 1 I സ്ക്വയർ I ക്യൂബ്. ശരിക്കും I റൈസ് ടു 4 എന്ന് വന്നാൽ ആരായി മാറും? കാരണം I എന്നുള്ളത് ഇതിന്റെ 0 ആണെങ്കിൽ I റൈസ് ടു 4 1 ആവൂലേ. അത് വീണ്ടും 1 ആയി മാറും. അതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. 1 I സ്ക്വയർ I ക്യൂബ്. therefore
അതിന്റെ ഫോർത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് ഐ. ക്യൂ ഓഫ് ഐ മനസ്സിലായോ? ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഈ ഐ സ്ക്വയർ എന്ന് വന്നാൽ ആരാ? ഈ ഐ സ്ക്വയർ എന്ന് വന്നാൽ -1 അല്ലേ? അപ്പൊ അതിന് പകരം -1 എഴുതി വെക്കാം. എന്താ ഐ ക്യൂബ്? ഐ ക്യൂബ് എന്ന് വന്നാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു -i അല്ലേ? അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഐ ക്യൂബ് എന്ന് വന്നാൽ -i ആണ്. ഇതിലെ ഈ 1 ഉണ്ടല്ലോ, ഈ 1 ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആണെങ്കിലും പ്രിമിറ്റീവ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി അല്ല. ഈ -1 ഉണ്ടല്ലോ അത് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. കാരണം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, -1 ഹോൾ സ്ക്വയർ -1 ഹോൾ റൈസ് ടു 4 എന്ന് പറയും 1 ആണ്. 1 - 1 0 ആണ്. പക്ഷെ പ്രിമിറ്റീവ് അല്ല. കാരണം -1 സ്ക്വയർ ആകുമ്പോൾ 1 ആവുന്നുണ്ട്. 1 പ്രിമിറ്റീവ് അല്ല, കാരണം 1 റൈസ് ടു 1 തന്നെ 1 ആവുന്നുണ്ട്. -1 പ്രിമിറ്റീവ് അല്ല, കാരണം -1 സ്ക്വയർ എടുക്കുമ്പോൾ തന്നെ 1 ആവുന്നുണ്ട്. 4 എടുക്കുമ്പോൾ 1 ആവണം. അഥവാ i റൈസ് ടു 4 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഈ ഐനെ ഈ 4നേക്കാൾ ചെറിയ നമ്പറിന്റെ പവർ കൊണ്ട് 1 ആക്കാൻ പറ്റൂല. ആയതുകൊണ്ട് ഇതാണ് പ്രിമിറ്റീവ് ഫോർത്ത് റൂട്ട്. ഇതും പ്രിമിറ്റീവ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒന്ന് മതി. ക്യൂ ഓഫ് ഐ അഥവാ ഫസ്റ്റ് പ്രിമിറ്റീവ് റൂട്ട് എടുത്താൽ മതി. ഇവിടെ 2 പ്രിമിറ്റീവ് റൂട്ട് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. സാധാരണ നമ്മൾ ഒന്നാമത്തെ ഫസ്റ്റ് പ്രിമിറ്റീവ് റൂട്ടാണ് എടുക്കുക. ഇതല്ല കേട്ടോ, ഇത് ഒന്നാമത്തെ അല്ല, ഒന്നാമത്തെ പ്രിമിറ്റീവ് റൂട്ട് ക്യൂ ഓഫ് ഐ. നോക്കൂ, ഈ രൂപത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ x റൈസ് ടു 4 -1 0 ആണ്. അഥവാ x റൈസ് ടു 4 -1 ഈക്വൽ 0 ആവുന്ന ആൾക്കാർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 1ഉം -1ഉം iയും -iയും കിട്ടി. therefore q of 1 -1 i -i that is equal to q of i. കാരണം 1 ഇതിലുണ്ട്, ഇതിനെ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. therefore q of i മാത്രം മതി. ഓക്കെ, പക്ഷെ കൺസെപ്റ്റ് ഇതാണ്. ടെക്നിക്കലി നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. ഇതാണ് അതിന്റെ ഒറിജിനൽ മെത്തേഡ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ എഴുതിയതാണ് ഒറിജിനൽ മെത്തേഡ് ക്യൂ ഓഫ് ഐ. ഓക്കെ, ഫോർത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് ഐ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഫിഫ്ത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ എന്തായിരിക്കും വരിക? അവസാനം എഴുതി വെക്കാം. ഫിഫ്ത്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ എന്ന് വന്നാൽ നമുക്കറിയാം x റൈസ് ടു 5 -1 ഈക്വൽ 0 റൂട്ട്സ് ആണ്. അതിനെ പ്രിമിറ്റീവ് റൂട്ട് എടുക്കുക. അതിന് സീറോസും ക്യൂവും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആണ്. എങ്ങനെ വന്നാലും x റൈസ് ടു 5 ഈക്വൽ ടു 1ന്റെ പ്രിമിറ്റീവ് റൂട്ട് എടുക്കണം. പ്രിമിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ cos 2π/5 പ്ലസ് i sin 2π/5 ചെയ്ത് നോക്കുക. ഇപ്പൊ 6th അടുക്കണം വെച്ചോ. 6th അടുക്കണമെങ്കിൽ 6 2π/6 i sin 2π/6. therefore ഇതിന്റെ പ്രിമിറ്റീവ് റൂട്ട് കിട്ടുക cos π/3. cos π/3 എന്ന് പറഞ്ഞാൽ √3/2 പ്ലസ് i sin π/3 that is equal to 1/2i. therefore അതിന്റെ ആൽഫ എന്നുള്ള ആള് √3/2 പ്ലസ് 1/2i ആണ്. അപ്പൊ അതിന്റെ റൂട്ട് ആരൊക്കെ ഉണ്ടാവുക? 1 ആൽഫ, ആൽഫ സ്ക്വയർ, ആൽഫ ക്യൂബ്, ആൽഫ റൈസ് ടു 4, ആൽഫ റൈസ് ടു 5. 5 ആൾക്കാർ. കാരണം നമ്മുടെ ഡിഗ്രി 6 ആണ്. 5 ആൾക്കാരല്ല, 5ാമത്തെ ഡിഗ്രി വരെ. അപ്പൊ മൊത്തം 6 ആൾക്കാരെ കിട്ടും. 1 2 3 4 5 6. therefore ഇതിന്റെ സിക്സ്ത് സൈക്ലോടോമിക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് ആൽഫയാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഈ ആൽഫന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്തായിരിക്കും വരിക? ആൽഫന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ നമുക്കറിയാം. ക്യൂല് √2ന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്താ? √3ന്റെ x ഈക്വൽ ടു √3 എന്ന് എടുക്കും. ഈ √3നെ എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ക്യൂല് √3 ഇല്ല. അപ്പൊ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്തു. ഈ സ്ക്വയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ √3നെ ക്യൂത്തെ ഒരു മെമ്പർ ആക്കാൻ വേണ്ടിയിട്ട്, 3 ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ? x² - 3 = 0 ഇങ്ങനല്ലേ ചെയ്യാറ്? അങ്ങനെയെങ്കിൽ ആൽഫ എടുക്കുന്ന വെച്ചോ. ക്യൂല് ആൽഫന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ x ഈക്വൽ ടു ആൽഫ എടുത്തു. ഇനി ഏത് പവർക്ക് റൈസ് ചെയ്യണം? x റൈസ് ടു 6ലേക്ക് പവർ റൈസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് എന്താവുള്ളൂ? ആൽഫ റൈസ് ടു 6 1 ആവുള്ളൂ. അല്ലാതെ 6നേക്കാൾ ചെറിയൊരു നമ്പർ കൊണ്ട് ഇതിനെ 1 ആക്കാൻ പറ്റില്ല. ആൽഫ റൈസ് ടു 1 എടുത്താലോ 2 എടുത്താലോ 3 എടുത്താലോ 4 എടുത്താലോ 5 എടുത്താലോ ഒന്നും പറ്റൂല. 6 തന്നെ വേണം. എന്തേ കാരണം? കാരണം ഇത് പ്രിമിറ്റീവ് ആണ്. 6നേക്കാൾ ചെറിയ നമ്പർ കൊണ്ട് പവർ കൊണ്ട് ഇതിനെ 1 ആക്കാൻ പറ്റില്ല. ആൽഫനെ 1 ആക്കാൻ പറ്റില്ല. therefore x റൈസ് 6 ഈക്വൽ ടു 1, x റൈസ് ടു 6 - 1 ഈക്വൽ ടു 0. അഥവാ
ഈ ആൽഫന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആരെന്നെയാണ് എക്സ് റൈസ് ടു 6 മൈനസ് 1 ആണ്. ഇതാണ് ആൽഫന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സ് റൈസ് ടു 6 മൈനസ് 1 ഇറ്റ്സെൽഫ് തന്നെയാണ്. ഇനി വീണ്ടും നമുക്ക് പഴയതിലേക്ക് പോകാം. തിയറം nth cyclotomic extension of f is a normal extension of f. പ്രൂഫ് എഫ് എന്ന് പറഞ്ഞാൽ ഫീൽഡ്, കെ എന്ന് പറഞ്ഞാൽ nth cyclotomic extension of f. നമ്മൾ കാണിക്കേണ്ടത് കെ ഒരു നോർമൽ എക്സ്റ്റൻഷൻ ആണെന്ന് കാണിക്കണം. We have to show that k is a normal extension of f. k നോർമൽ എക്സ്റ്റൻഷൻ ആണെന്ന് കാണിക്കാൻ രണ്ട് കാര്യം കാണിക്കണം. k ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്നും കാണിക്കണം, k ഒരു സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണെന്നും കാണിക്കണം. ഇത് രണ്ടും ആകുമ്പോഴല്ലേ എന്താവുക, ഒരു നോർമൽ എക്സ്റ്റൻഷൻ ആവുക. രണ്ടും ആകുമ്പോഴല്ലേ നോർമൽ എക്സ്റ്റൻഷൻ ആവുക. k ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആവണം, k ഒരു സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫും ആവണം. അങ്ങനെ രണ്ടുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ എക്സ്റ്റൻഷൻ. ഡെഫിനിഷൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഒരു ഫീൽഡ് kനെ ഈ said to be നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് വിളിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ k ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആവണം, അതേപോലെ k ഈസ് എ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫും ആവണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ ഒബ്വിയസ് ആണ്. k ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ് ആണ്. കാരണം ബൈ ഡെഫിനിഷൻ k എന്ന് പറഞ്ഞാൽ എന്താ, nth cyclotomic extension of f എന്ന് പറഞ്ഞാൽ the splitting field containing all 0 of x raised to n minus 1 x raised to n minus 1 and of f. k ഒരു nth cyclotomic extension ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ തന്നെ പറയുന്നത് എന്താ, ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഡെഫിനിഷൻ cyclotomic extension ഡെഫിനിഷൻ the splitting field of x raised to n minus 1 over f ആണ്. therefore അതൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ഇനി എന്ത് കാണിച്ചാൽ മതി, we need only to show that k is a separable extension of f. എന്താണ് k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, k നെ നമുക്ക് f of alpha എന്ന് എഴുതി കൂടെ, where alpha is the primitive nth root of unity. ഞാൻ കുറച്ച് മുന്നേ എക്സാമ്പിളിൽ കാണിച്ചു, k ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എന്ന് എഴുതി. ഇനി ഈ എഫ് ഓഫ് ആൽഫ സെപ്പറബിൾ ആണെന്ന് കാണിക്കാൻ ആൽഫ സെപ്പറബിൾ ആണെന്ന് കാണിച്ചാൽ പോരെ. ആൽഫ സെപ്പറബിൾ ആണെന്ന് കാണിക്കാൻ ആൽഫന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിച്ചാൽ പോരെ. എല്ലാ സീറോസിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിച്ചാൽ പോരെ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടു ഷോ ദാറ്റ് ആൽഫ ഈസ് സെപ്പറബിൾ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഓൾ സീറോ ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ഹാവ് ദി സെയിം മൾട്ടിപ്ലിസിറ്റി 1 എന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് എന്ത് തന്നെയാണ്, എക്സ് റൈസ് ടു എൻ മൈനസ് 1 തന്നെയാണ്. അത് എങ്ങനെ മനസ്സിലായി, ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എക്സ് റൈസ് ടു എൻ മൈനസ് 1 തന്നെയാണ്. ഇനി ഇതിന്റെ എല്ലാ സീറോസിന്റെയും മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിച്ചാൽ മതി. ഇതിന്റെ എല്ലാ ഇതിന്റെ സീറോസ് ആണ് 1, ആൽഫ, ആൽഫ സ്ക്വയർ, ആൽഫ ക്യൂബ് എക്സെട്ര, ആൽഫ റൈസ് ടു എൻ മൈനസ് 1. ഇത്രയും സീറോസ് അല്ലേ ആർക്ക് ഉണ്ടാവുക, എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഉണ്ടാവുക. എല്ലാത്തിനും സെയിം മൾട്ടിപ്ലിസിറ്റി അല്ലേ. കാരണം ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഇത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ് ആയതുകൊണ്ട് എല്ലാത്തിനും സെയിം മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും. നമുക്ക് എന്ത് കാണിക്കണം, സെയിം മൾട്ടിപ്ലിസിറ്റി ആണ്, എല്ലാം 1 ആണെന്ന് കാണിക്കും. ഞാൻ ആൽഫന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിച്ചാൽ ബാക്കി എല്ലാവരും മൾട്ടിപ്ലിസിറ്റി 1 ആയി. കാരണം എല്ലാത്തിന്റെയും മൾട്ടിപ്ലിസിറ്റി സെയിം ആണല്ലോ, സെയിം ആണ്. അപ്പൊ ആൽഫന്റെ 1 ആണെങ്കിൽ ബാക്കി എല്ലാവരും 1 ആവും. ഓക്കെ, എക്സ് റൈസ് ടു എൻ മൈനസ് 1ന്റെ ഒരു സീറോ ആണ് ആൽഫ. ഈ ആൽഫന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് കാണിക്കാൻ പോണത്. അപ്പൊ ആൽഫ ഒരു സീറോ ആയ കാരണത്താൽ എക്സ് മൈനസ് ആൽഫ അതിന്റെ ഫാക്ടർ ആവണ്ടേ. അപ്പൊ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ബൈ എക്സ് മൈനസ് ആൽഫ എന്ന് എഴുതി. അപ്പൊ അഥവാ എക്സ് മൈനസ് ആൽഫ ഫാക്ടർ അത് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതാണ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ബൈ എക്സ് മൈനസ് ആൽഫ ഡിവൈഡ് ചെയ്യുമ്പോൾ 9ാം ക്ലാസ് പഠിച്ച മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പോളിനോമിയൽ കിട്ടും. എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആൽഫ എക്സ് റൈസ് ടു എൻ മൈനസ് 2 ഇങ്ങനെ പോളിനോമിയൽ കിട്ടും. ഇതിൽ മൊത്തം n ടേംസ് ഉണ്ടാവും. 1, 2, 3 എക്സെട്ര n ടേംസ് ഉണ്ടാവും. ഇനി ജി ഓഫ് ആൽഫ വീണ്ടും 0 ആവുകയാണെങ്കിൽ നോക്കൂ, ഇതില് എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നുള്ള ഇതില് എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നുള്ള ഇതില് ആൽഫ 0 ആണ്. അപ്പൊ എക്സ് മൈനസ് ആൽഫ ഫാക്ടർ റിമൂവ് ചെയ്യാണ് ഇവിടുന്ന്. അപ്പൊ ഇതിന് ജി ഓഫ് എക്സ് എന്ന് വിളിച്ചു. വീണ്ടും ജി ഓഫ് ആൽഫ 0 ആവുകയാണെങ്കിൽ എക്സ് റൈസ് ടു എൻ മൈനസ് 1ന് വീണ്ടും ഒരു ആൽഫ 0 ആണ്. അപ്പൊ ആൽഫന്റെ മൾട്ടിപ്ലിസിറ്റി 1നേക്കാൾ കൂടുതലാണെന്ന് അർത്ഥം വരും. ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ
അഥവാ ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ജി ഓഫ് എക്സില് ഇനി എന്തില്ല, ആൽഫ അല്ല. അഥവാ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആകെപ്പാടെ ഒറ്റ ആൽഫ ഉള്ളൂ അർത്ഥം വരൂലേ. അപ്പോൾ ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ജി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് കിട്ടും. ഇനി ജി ഓഫ് ആൽഫ എന്താ നോക്കും. ജി ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് മൊത്തം n ടേംസ് ഉണ്ട്. ആൽഫ ഇൻറ്റു ആൽഫ റൈസ് ടു എൻ മൈനസ് 2 ആൽഫ റൈസ് ടു എൻ മൈനസ് 1 ആയി. ഇത് n ടൈംസ് ഉണ്ട്. n ഇൻറ്റു ആൽഫ റൈസ് ടു എൻ മൈനസ് 1. ഇതിനെ ആൽഫ റൈസ് ടു എൻ ബൈ ആൽഫ എന്ന് എഴുതി. ആൽഫ റൈസ് ടു 1. ആൽഫ റൈസ് ടു എൻ ആരാ, 1 അല്ലേ. കാരണം ആൽഫ ഈസ് എ 0 ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു 0 അല്ലേ. അഥവാ എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു 1 അല്ലേ. Therefore alpha raised to n is equal to 1. n into 1 by alpha. n into 1 by alpha. n 0 അല്ല, 1 0 അല്ല, ആൽഫ 0 അല്ല, ഇതൊന്നും 0 അല്ലാത്തത് കൊണ്ട് ഇത് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ജി ഓഫ് ആൽഫ എന്താവുന്നില്ല, 0 ആവുന്നില്ല. Therefore alpha is not a 0 of g of x. Therefore alpha is a 0 of x raised to n minus 1 of multiplicity 1. Therefore all 0 of x raised to n minus 1 have the same multiplicity 1. Therefore k is a alpha is separable. Hence k is a separable extension of f. Next result. The n0 of x raised to n minus 1 in k form a cyclic group of order n under multiplication. x raised to n minus 1 0 എന്ന് പറഞ്ഞാൽ 1 ആൽഫ ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ റൈസ് ടു n minus 1 അല്ലേ. ഓക്കെ, ഇനി ആൽഫ റൈസ് ടു n ആരാ, അത് 1 അല്ലേ. ആൽഫ എന്ന് പറഞ്ഞാൽ ലെറ്റ് ആൽഫ ബി ദ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് എക്സ് റൈസ് ടു n, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. അഥവാ ആൽഫ ഈസ് 0 ഓഫ് എക്സ് റൈസ് ടു n മൈനസ് 1. Therefore ഈ സെറ്റിനെ നമുക്ക് എങ്ങനെയാക്കി മാറ്റാം, ഇതാണ് ഇതിന്റെ സീറോസ്. ഈ സെറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, ആൽഫ വെച്ചുണ്ടായിക്കൂടെ. കാരണം ആൽഫ റൈസ് ടു 1 എന്താ ആൽഫ, ആൽഫ സ്ക്വയർ എന്താ ആൽഫ ക്യൂബ് എക്സെട്ര ആൽഫ റൈസ് ടു n മൈനസ് 1, ആൽഫ റൈസ് ടു n is equal to 1 ആവുന്നുണ്ട്. ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് തന്നെയാണ്. അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അറിയണം n0 of x raised to n minus 1 form a cyclic group under multiplication.